നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിങ്ങൾ എന്തെങ്കിലും കെണി വെക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. ഈ രാത്രി എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ആ കെണി ഞാൻ പൊളിച്ചിരിക്കും. നമുക്ക് കാണാം. നമ്മൾ ചെയ്യാനുള്ള ജോലി 100% ആത്മാർത്ഥതയോടുകൂടി ചെയ്യണം. അതിന്റെ ഫലം തരേണ്ടത് ദൈവം. അവരുടെ ശാന്തി മുഹൂർത്തം നടക്കാൻ യോഗം ഉണ്ടെങ്കിൽ ഇന്നത് നടന്നിരിക്കും. നിന്റെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിമോളെ. ഇന്നൊരു മുഹൂർത്തവും നടക്കില്ല. അതിനുള്ള യോഗ അവൾക്കില്ല. എന്നെ തോൽപ്പിച്ചതിന്റെ സന്തോഷമാണ് നിങ്ങളുടെ മുഖത്ത് അല്ലേ? അതെ, അവന്തികയ്ക്ക് നിന്റെ മേലുള്ള ജയം തന്നെയാണ്. നാളെ നേരം പുലരാതെ അവൻ ഇവിടേക്ക് തിരിച്ചു വരില്ല. അവൾ ഇവിടെ കാത്തിരുന്ന അവസാനം ബോധം കെട്ടുറങ്ങിക്കോളും. അവനെ ഇവിടെ ഇട്ട് പൂട്ടണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഭാഗത്ത് നിൽക്കാനാണ് ഈശ്വരന്റെ തീരുമാനമെങ്കിൽ അങ്ങനെ ആവട്ടെ. പക്ഷേ അതിലെനിക്കൊരു തോൽവിയില്ല. തോറ്റു തുന്നം പാടി നിൽക്കുമ്പോഴും നിന്റെ ആ ഒരു ആത്മവിശ്വാസത്തിന് ഒരു കുറവില്ലല്ലോ അർച്ചന. എന്റെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളാണ്. അപ്പൊ ശരി, നീ ചെല്ല്. ഇന്നത്തെ രാത്രി ഞാൻ സമാധാനമായിട്ട് ഉറങ്ങും. ഗുഡ് നൈറ്റ്. ഹലോ ധനുഷ്, എന്ത് പണിയായി കാണിച്ചത്? സ്നേഹം നിനക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുക. എനിക്കിപ്പോ തിരിച്ചു വരാൻ പറ്റില്ല. ഞാൻ അർജന്റായ ഒരു സ്ഥലം വരെ പോവാ. നീ ഉടൻ തന്നെ തിരിച്ചു വരണം. ഇത് അവന്തികയുടെ പ്ലാനാണ്. അതിന് നീ നിന്നു കൊടുക്കരുത്. അവന്തിക്ക് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ഞാൻ പോകുന്നത് എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. എന്തായാലും ഈ രാത്രി എനിക്ക് തിരിച്ചു വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സ്നേഹം ഒരിക്കലും വിഷമിപ്പിക്കില്ലെന്നും അവളെ ചതിക്കില്ലെന്നും എനിക്ക് സത്യം ചെയ്തത് നീ മറന്നുപോയോ? ആ വാക്കാ നീ ഇപ്പൊ തെറ്റിക്കുന്നെ. എനിക്കറിയാം, പക്ഷെ എന്റെ മുന്നിൽ വേറെ വഴിയില്ല. ഈ യാത്ര എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഞാൻ പിന്നെ വിളിക്കാം. ധനുഷ് എങ്ങോട്ട് പോകുന്നുണ്ടല്ലോ. ഈ രാത്രി നിന്നെ ഒറ്റയ്ക്കാക്കിട്ട് അവൻ എങ്ങോട്ടാ പോയത്? എന്തോ അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടാ പോയെ. ഉടനെ തിരിച്ചു വരും. അപ്പൊ നീ ഒറ്റയ്ക്കായല്ലേ? ധനുഷ് കുറച്ച് കഴിയുമ്പോ വരുമല്ലോ. ആ, ഈ ആണുങ്ങളുടെ കാര്യം നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് പോയാലും പോയാ പിന്നെ പോയ വഴിയാ. മിക്കവാറും ധനുഷ് വരാൻ നേരം വെളുക്കുന്ന എനിക്ക് തോന്നുന്നു. നീ കിടന്നുറങ്ങിക്കോ. ഇല്ല, ധനുഷ് വന്നിട്ട് ഞാൻ ഉറങ്ങുന്നുള്ളൂ. നീ വെറുതെ ഉറക്കളക്കണ്ട. അവൻ ഇനി ഇന്ന് വരുന്ന എനിക്ക് തോന്നില്ല. ഓ, ഇന്ന് നിങ്ങളുടെ ശാന്തി മുഹൂർത്തമാണല്ലോ. ഷോ, ഞാനതങ്ങ് മറന്നു. എന്തൊക്കെ പറഞ്ഞാലും അവൻ ഈ സമയത്ത് നിന്നെ അവിടെ ഒറ്റയ്ക്കാക്കിട്ട് പോയത് കഷ്ടമായിപ്പോയി. ഒന്നുമില്ലെങ്കിലും ഇന്ന് ശാന്തി മുഹൂർത്താണെന്നെങ്കിലും അവൻ ഓർക്കണ്ടായിരുന്നോ? ഞാൻ വേണമെങ്കിൽ അവനെ വിളിച്ചിട്ട് തിരിച്ചു വരാൻ പറയാം. ഒരു പെൺകുട്ടി ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുമ്പോ ഇവനെങ്ങനെ പോവാൻ തോന്നില്ല? എന്റെ കാത്തിരിപ്പിന് ഒരു കുഴപ്പവും സംഭവിക്കില്ല. എടുത്തി പോയി സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്കും. ഇവിടെ നിന്നിട്ട് വെറുതെ ഉറക്കം കളയണ്ട. ഞാൻ വേണമെങ്കിൽ നിന്റെ കൂടെ ഇവിടെ കൂട്ടിരിക്കാം. അതിന്റെ ഒരു ആവശ്യമില്ല. എനിക്കാരുടെയും കൂട്ട് വേണ്ട. ധനുഷ് വരും. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
ഇപ്പൊ എന്തായി? ഇന്ന് ഒറ്റയ്ക്ക് കിടക്കാൻ അവളുടെ യോഗം. ധനുഷ് പോയ പോക്ക് കണ്ടില്ലേ? അവളുടെ ഒരു പ്ലാനിങ്. എന്റെ പ്ലാനിങ്ങിന് എന്താ കുഴപ്പം? ദൈവം അത് നടക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും. നിങ്ങളല്ല ആര് വിചാരിച്ചാലും അത് മുടക്കാനും പറ്റില്ല. എന്നിട്ടിപ്പോ എന്തായി? അവനിവിടുന്ന് പമ്പാടുന്നില്ലേ? ഈ രാത്രി പുലരാൻ ഇനിയും ഒരുപാട് സമയമുണ്ടല്ലോ. എപ്പോ വേണമെങ്കിലും ധനുഷിന് തിരിച്ചു വരാം. എന്റെ കെണിയിൽ നിന്ന് ഇന്ന് അവന് തിരിച്ചു വരാൻ പറ്റില്ല. നിങ്ങൾ എന്തെങ്കിലും കെണി വെക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. ഈ രാത്രി എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ആ കെണി ഞാൻ പൊളിച്ചിരിക്കും. നമുക്ക് കാണാം. കാണാം. അച്ഛന്റെ ചായ എടുത്ത് വെച്ചേക്ക്, ഞാൻ കൊണ്ടു കൊടുത്തോളാം. വേണ്ട, ഞാൻ തന്നെ കൊണ്ടുകൊടുത്തോളാം. ചില സമയത്ത് അച്ഛൻ കൊച്ചുകുട്ടികളെ പോലെയാ, വാശി പിടിക്കും. പ്രത്യേകിച്ച് മരുന്നെടുത്ത് കൊടുക്കുന്ന കാര്യത്തില്. ചേച്ചി അല്ലാതെ ആരും ആ മരുന്ന് ബോക്സിൽ തൊടാൻ പോലും അച്ഛൻ സമ്മതിക്കില്ല. അച്ഛന്റെ അവസ്ഥ നിനക്കറിയാവുന്നതല്ലേ. ഞാൻ എടുത്തു കൊടുക്കുന്നത് കറക്റ്റ് ആയിരിക്കുന്ന അച്ഛന്റെ വിശ്വാസം. അത് തന്നെയാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ വന്നത് നന്നായി. ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് വിളിക്കാനിരിക്കായിരുന്നു. എന്തിന്? അല്ല, ഇതാർക്കാ 3 ചായ? ഒന്ന് അച്ഛനായിരിക്കും, മറ്റേതാർക്കാ? അതൊക്കെ അറിയണമെങ്കിൽ എന്റെ കൂടെ വാ, അപ്പൊ മനസ്സിലാവും. നീ ചായ എടുക്കാൻ പോകുന്നിടത്തേക്ക് ഞാൻ എന്തിനാ വരുന്നത്? ആർക്കാണ് ഈ ചായ എന്ന് നിങ്ങൾക്കല്ലേ അറിയണ്ടേ. അതാരാന്നറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. വാ. പിന്നെ ഞൊട്ടു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.